Okay, good morning. Today we are going to discuss about the multiplication law of probability, which is defined on two independent events. Independent events എന്ന് വെച്ചാൽ ഒന്ന് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. ഈ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. If A and B are two independent events, A and B are two independent events, then probability of A intersection B is equal to probability of both A and B will happen. Both A and B will happen. Then P of A intersection B is equal to P of A into P of B. Okay, P of A into P of B. Okay, that is multiplication theorem on probability. അതായത് A intersection B independent ആകാന്ന് വെച്ചാൽ A intersection B not equal to 5 ആണ്. A intersection B not equal to 5 ആണ്. Then probability of A intersection B is equal to probability of A into probability of B. മൂന്ന് ഇവന്റ്സ് ഉണ്ടെങ്കിൽ probability of A intersection B intersection C is probability of A into probability of B into probability of C. Okay, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. If probability of A is equal to 0.35, probability of B is 0.73, probability of A intersection B is 0.14. Find probability of A complement union B complement. A complement union B complement. അപ്പോൾ ഇവിടെ A intersection B എന്നുള്ള ഇവന്റ് 5 അല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പ്രോബബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. Here A intersection B is not equal to 5. Okay, that is why we obtained the probability of A intersection B as 0.14. അപ്പോൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് we are given that probability of A is equal to 0.35. Probability of B is given as 0.73. Probability of B is 0.73. Probability of A intersection B is given as 0.14. We have to find out what is probability of A complement union B complement. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡി മോർഗൻസ് ലോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സെറ്റിനകത്ത് ഡി മോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് ഡി മോർഗൻസ് ലോ. സെറ്റിനകത്ത് പഠിച്ചിട്ടുള്ള റിലേഷൻ ആണ് ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ട്. സെറ്റ് എന്നുള്ള ആ ടോപ്പിക്കിനകത്ത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ പി കോംപ്ലിമെന്റ് ആണ്. ഇത് പ്രോബബിലിറ്റിക്കകത്തും ഡിഫൈൻഡ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് A intersection B complement is equal to probability of A complement union B complement. Okay, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് സെയിം ആസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈസ് സെയിം ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ് എ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി is 0.14. So the answer is 0.86. Okay, ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. നമുക്ക് പ്രോബബിലിറ്റിക്കകത്തുനിന്ന് നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റിക്കകത്തുനിന്ന് മാക്സിമം പോയാൽ 2 ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അത് ചിലപ്പോൾ ഒന്ന് ഈ ടൈപ്പും ഒന്നൊരു പ്രോബ്ലം ആയിട്ട് അങ്ങനെയാണ് സാധാരണ ചോദിച്ചു വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. എ ബാഗ് കണ്ടെയ്ൻസ് 8 white 10 black balls.
two balls are drawn in succession. What is the probability that first is white and the second is black? അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഫസ്റ്റ് ഈസ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 8 വൈറ്റും 10 ബ്ലാക്സും, സോ 18. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 1 വൈറ്റ് ബോൾ ഫ്രം 8 ബോൾസ് എന്ന് വെച്ചാൽ നമുക്കറിയാം 8C1 ഡിവൈഡഡ് ബൈ 18C1, 8/8. Probability of drawing 1 black ball from 10 balls is 10C1 divided by 18C1 is equal to 10/18. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ഫസ്റ്റ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ബ്ലാക്ക്. അപ്പോൾ എന്താണ് ഇത്? ആക്ച്വലി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഫസ്റ്റ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ബ്ലാക്ക്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ ബി ഫസ്റ്റ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ബ്ലാക്ക്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റിക്കകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്ന് വെച്ചാൽ അതൊരു ലക്കാണ്. നമ്മളിത് അതേതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. 2 persons A and B appear in an interview for 2 vacancies for the same post. The probability of A selection is 1/7 and that of B selection is 1/5. What is the probability that both of them selected? രണ്ടും സെലക്ട് ചെയ്യണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി വേണം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് വേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം വിൽ ബി സെലക്റ്റഡ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നൺ ഓഫ് ദം വിൽ ബി സെലക്റ്റഡ്. ഒന്നും പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, എ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 1/7, ബി സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/5 എന്ന് തന്നിട്ടുണ്ട്. ഇനി അപ്പൊ പിന്നെ എ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 - 1/7 is equal to 6/7. Probability of B will not be selected is probability of B complement. That is equal to 1 - 1/5 is equal to 4/5. ഇനി both of them will be selected എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? Probability of both of them will be selected എന്ന് വെച്ചാൽ probability of A intersection B ആണ്. Probability of A intersection B is probability of A into probability of B. That is 1/35. ഇനി none of them will be selected എന്ന് വെച്ചാൽ probability of A intersection B complement ആണ്. That is equal to probability of A complement into probability of B complement. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് A complement intersection B complement, none of them will be selected എന്നാണ്. That is same as not probability of A intersection B complement, probability of A complement intersection B complement. None of them will be selected. രണ്ടുപേരും സെലക്ട് ആവുന്നില്ല. So A complement intersection B complement. That is probability of A complement into probability of B complement. Okay, thank you.